ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ 3 തരം സൂഫ്ലയാണ് കേട്ടോ. നമുക്ക് പെരുന്നാളിനും അതുപോലെ പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം പൈനാപ്പിൾ സൂഫ്ലയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് ഉടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് വേവിക്കുമ്പോൾ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1.5 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലവർ, കുറച്ച് പാലോ വെള്ളമോ ചേർത്തിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ പാല് തിള വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം. കോൺഫ്ലവർ നമുക്ക് ആദ്യം തന്നെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. പക്ഷേ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം, പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഞാനിവിടെ 1.5 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഇതിൽ കട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി മിക്സ് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്ത ആ ഒരു പാൽ മിശ്രിതം ചേർത്തിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് പോമോഗ്രാനറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ സൂഫ്ലയാണ്. ഇനി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വത്തക്ക വെച്ചിട്ടുള്ളൊരു സൂഫ്ലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു തണ്ണിമത്തനെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ക്രഷ് ചെയ്യുന്ന രീതിയിലൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഫ്ലഷ് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഫ്ലഷും കൂടെ ഉണ്ട്. അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇത് കളയണ്ട, ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിത് ടോട്ടലി 3 കപ്പ് വെള്ളമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്കിനി 10 ഗ്രാം കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഈ ഒരു ചൈന ഗ്രാസ് ഒന്ന് മെൽട്ടായി കിട്ടണം. ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ആ ഒരു ചൈന ഗ്രാസൊക്കെ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു ട്രേയിലോട്ട് ആക്കി കൊടുക്കുക. ഒന്ന് അരിച്ചിട്ട് ട്രേയിലോട്ട് ആക്കി കൊടുക്കുക. ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലോട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാൻ ഈ അടുത്ത് ടെൻഡർ കോക്കനട്ട് സൂഫ്ലെ ചെയ്തിരുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി. ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇതും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലൊരു ഓൾമോസ്റ്റ് ഒരു 4 കപ്പിൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് 2 പ്രാവശ്യമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടിന്ന് ആദ്യം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ടോട്ടലി 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം 1/4 ടിന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്കും കൂടെ 1/4 ടിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിൽക്ക് മെയ്ഡൊക്കെ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇതിനേക്കാളും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പാൽ ചേർക്കുമ്പോൾ അതൊന്ന് കുറച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ആ ഒരു ചൈന ഗ്രാസ് പുഡിങ് സെറ്റ് ആവുന്നത് വരെ ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചൈന ഗ്രാസ് ആ ഒരു പുഡിങ്, വാട്ടർമെലോൺ പുഡിങ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മുമ്പ് ജെല്ലി വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതി, പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കിത് ഈ ഒരു മിക്സിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂഫ്ലയാണ് കേട്ടോ ഇത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സൂഫ്ലയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇളനീർ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള സൂഫ്ലെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ 5 ഗ്രാം കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ചൈന ഗ്രാസ് മെൽട്ടായി കിട്ടണം. ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ആ ഒരു ചൈന ഗ്രാസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്കിതുപോലുള്ള ഒരു ട്രേയിലോട്ട് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഒരു 1 hour വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നന്നായി സെറ്റായി കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാനിവിടെ 1 കപ്പ് ഇളനീരിൻ്റെ കാമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലുണ്ടെങ്കിൽ 1.5 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ പാൽ, ടോട്ടലായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പാലാണ് കേട്ടോ എടുത്തത്. പിന്നെ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനേക്കാളും തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാൽ ചേർത്താൽ മതി. ഞാൻ 3/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു ഗ്ലാസ് പുഡിങ്, നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ചേർത്തിട്ടുണ്ടാക്കിയ ആ ഒരു പുഡിങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ഇളനീരിൻ്റെ കാമ്പ് മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പുഡിങ് ഇതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് സൂഫ്ലെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.